എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മെയ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കവായ് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ പല കാരണങ്ങളും കൊണ്ട് ഇങ്ങനെ ലോങ് വീഡിയോ ഇടുന്നത് ലേറ്റായി പോയി. എനിവേ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഇടാൻ പറ്റിയതിൻ്റെ ഭാഗ്യം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കണമെന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ബാക്കിയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഇന്ന് 10 ക്രാഫ്റ്റാണ് കാണിക്കുന്നത്. ബാക്കി 10 നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. പിന്നെ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൽ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയിം സ്ലിപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് അതിനെ 8 പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നടുക്ക് ഒരു ക്ലൗഡ് ഷേപ്പ് പോലെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്കായിട്ട് ഗ്രിഡ് പാറ്റേൺ വരച്ചു കൊടുക്കുക. ഗ്രിഡ് വരുമ്പോൾ തന്നെ ഒരു ക്യൂട്ട്നെസ് വരും. ഒന്നും കൂടെ ഭംഗിയാക്കാൻ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നെയിം, ക്ലാസ്, ഡിവിഷൻ അതൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ പേരൊക്കെ എഴുതിയതിന് ശേഷം ഇത് മേലെ ഭാഗത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ അത് വാട്ടർ പ്രൂഫ് ആയിട്ടിരിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ താഴെ ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ സാധാ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ബുക്കിൽ സ്റ്റിക്ക് ചെയ്യാം. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇനി അടുത്തത് ഒരു പെൻസിൽ ബോക്സ് ആണ്. അപ്പോൾ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബോക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. നമ്മൾ 2 പാർട്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. താഴത്തെ ഭാഗത്ത് 4 കാർഡ്ബോർഡ് പീസും മേലെ ലിഡ് പോലത്തെ ഭാഗത്ത് 3 കാർഡ്ബോർഡ് പീസുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. കാർഡ്ബോർഡ് പീസ് അളവിന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലത്തെ ഒരു പാറ്റേൺ പേപ്പർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഓരോ പീസായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് താഴത്തെ പോർഷനിൽ ഈ 4 പീസ് ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുക. പിന്നെ മേലത്തെ പോർഷൻ്റെ 3 പീസും ഒരുമിച്ച് ഒട്ടിക്കുക. അതിന് ശേഷം ഇതിനെ 2നെയും ഒരുമിച്ച് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് വെൽക്രോ ആണ് എടുക്കുന്നത്. 2 കുഞ്ഞു പീസ് വെൽക്രോ കട്ട് ചെയ്തിട്ട് 2 സൈഡിലായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മളുടെ ബോക്സ് റെഡിയായി. ഇനി ഒന്ന് ഭംഗിയാക്കാൻ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പെൻസിൽ ബോക്സ് ആണിത്. അത്യാവശ്യം കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു പെൻസിൽ ബോക്സ് ആണ്. അടുത്തത് നമുക്ക് ഒരു റൂളർ ഉണ്ടാക്കാം. 16 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പിങ്ക് കളർ പേപ്പർ ഒന്ന് ചുറ്റി ഒട്ടിച്ചെടുക്കുക. പിന്നെ വൈറ്റ് കളർ പേപ്പറിന് ഒരു വേവി പാറ്റേൺ കട്ട് ചെയ്തിട്ട് ഈ പിങ്കിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി ആ ഒരു വൈറ്റിൻ്റെ അവിടെ നമ്മൾ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രിഡ് പാറ്റേൺ തന്നെയാണ് ഇതിനും വരയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സ്കെയിലും റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നല്ലപോലെ വരയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഒന്ന് വാട്ടർ പ്രൂഫ് ആക്കാനും പെട്ടെന്ന് ചീത്തയായി പോവാതിരിക്കാനും സെല്ലോ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ സ്കെയിലിൻ്റെ വർക്കിംഗ് ഇതാണ്. പിന്നെ നമ്മളുടെ ഗിവ് അവേയുടെ ലാസ്റ്റ് വീഡിയോ ഇന്നത്തെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിന്നേഴ്സിനൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ 28ന് നമ്മൾ ഡിക്ലെയർ ചെയ്യും, അതായത് നാളെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 150K ഒക്കെ ആവുകയാണെങ്കിൽ ഈ ഒരു ഗിവ് അവേ സീരീസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 150K ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ 7 ഡേയ്സ് കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം. ഇനിയിപ്പം 150K അല്ലെങ്കിൽ 200K ആവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു 200Kയുടെ ഗിവ് അവേ നമുക്ക് ചെയ്യാം. അപ്പം എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ ഇതേപോലെ കവായി സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അധികം കട്ടിയില്ലാത്ത ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്.
ഇനി ഈ സ്റ്റിക്കർ നമ്മൾ കാർഡ് ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഒരു പിക്ചർ റെഡിമെയ്ഡും ഒരു പിക്ചർ നമ്മൾ ഹോം മെയ്ഡുമാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് ഒരു പെൻസിലിൻ്റെ പുറത്തേക്ക് ഇതേപോലെ റോൾ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ മേലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പേപ്പർ സ്ട്രിപ്പ് നമ്മളിപ്പം കട്ട് ചെയ്ത ഇമേജിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ക്യൂട്ടായിട്ടുള്ള പെൻസിൽ ടോപ്പേഴ്സാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ, ആകെ 1 മിനിറ്റ് മാക്സിമം മതിയാവും ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് നമുക്ക് ഒരു ഇറേസർ ഉണ്ടാക്കാം. അപ്പോൾ ഇറേസർ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പത്തിലുള്ള വഴി ഇതാണ്. അപ്പോൾ അതേ ഗ്ലൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഗ്ലൂ സ്റ്റിക്ക് 5 രൂപയ്ക്കൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഒരെണ്ണം എടുത്താൽ തന്നെ 5 പീസൊക്കെ ആക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഏകദേശം 5 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. 5 എണ്ണം കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ട്രയാങ്കിൾ വരുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിന് ഒരു കവറിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു സോപ്പിൻ്റെ പെട്ടിയോ അതിൻ്റെയൊക്കെ കവർ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു കവറിന് ഒരു ട്രയാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്നവർ ഫോട്ടോ എടുത്തിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് ഒന്ന് പോസ്റ്റും കൂടെ ചെയ്തേക്കുക. ഇനി ഒന്ന് ഭംഗിയാക്കാൻ കവായ് സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വർക്കിങ്ങിലല്ലേ കാര്യം. പെൻസിലിനെ കൊണ്ട് എഴുതിയതൊക്കെ ഇത് കറക്റ്റായിട്ട് ഇറേസ് ആവും, പക്ഷേ പെന്നിനെ കൊണ്ട് എഴുതുന്നത് ഇറേസ് ആവില്ല. അപ്പോൾ സാധാരണ ഒരു നോർമൽ ഇറേസർ പോലെ നമുക്കിത് യൂസ് ചെയ്യാം. അടുത്ത ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്കിതുപോലെ സോഡ ക്യാനൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു ടിൻ ക്യാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ബേസിലെ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ താഴെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കർവ് പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ ഇഷ്ടമുള്ള കളർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വൈറ്റ് കളർ ബേസ് അടിച്ചതിന് ശേഷം പിങ്ക് കളർ ഗ്രിഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഒരു കവായ് സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. ഇനി ബാക്ക് സൈഡിലായിട്ട് സേഫ്റ്റി പിന്നാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗ് പിന്ന് റെഡിയായി. ഇതുപോലെ 2-3 എണ്ണം ഉണ്ടാക്കിയിട്ട് ബാഗിലൊക്കെ മാറി മാറി യൂസ് ചെയ്യാം. ഇനി ഇതേ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ പെട്ടിയായിരുന്നു. അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് കവറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കവറിലേക്ക് 2-3 ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇനി എല്ലാറ്റിൻ്റെയും മേലെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് എല്ലാം കൂടെ കീ ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ക്യൂട്ടായിട്ട് ഒരു കവായി കീ ചെയിൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത ക്രാഫ്റ്റ് നമുക്ക് ഈ സോപ്പിൻ്റെ പെട്ടി കൊണ്ട് ചെയ്യാം. അപ്പോൾ സോപ്പിൻ്റെ പെട്ടി എടുത്തിട്ട് 2 പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അതിനെ രണ്ടിനെയും മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ലൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് കവർ ചെയ്യുക. നമ്മളൊരു പോക്കറ്റ് ടൈം ടേബിളാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മളുടെ ടൈം ടേബിൾ എഴുതി കൊടുക്കുക. എന്നിട്ട് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് വീഡിയോയിൽ കാണുന്ന പോലെ 3 ഫോൾഡായിട്ട് മടക്കുക. ആ മടക്കുന്ന ഭാഗം തുറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വെൽക്രോ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ അടിപൊളിയായിട്ടുള്ള ഒരു പോക്കറ്റ് ടൈം ടേബിൾ റെഡിയായി. സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ചീത്തയായി പോവില്ല. പിന്നെ
അഥവാ ടൈം ടേബിൾ മാറ്റേണ്ടി വന്നാൽ ആ വൈറ്റ് പേപ്പർ അങ്ങ് കീറി കളഞ്ഞിട്ട് അടുത്ത വൈറ്റ് പേപ്പറിൽ ടൈം ടേബിൾ മാറ്റി എഴുതി ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം യൂസ് ചെയ്യേണ്ടതല്ലേ, അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് എഗെയിൻ നമ്മൾ ഒരു വൈറ്റ് പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ട് 8 പീസാക്കിയിട്ട് ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ബോർഡറിലൊക്കെ ഇതേപോലെ ഒന്ന് സ്കെച്ച് പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു കുഞ്ഞി സിമ്പിൾ സിഗ്സാഗ് പാറ്റേൺ ആണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഈ പേപ്പേഴ്സ് എല്ലാം ഒരുമിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ മേലത്തെ പോർഷനിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഈ പേപ്പേഴ്സ് ഒരുമിച്ച് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് കവറാക്കാൻ വേണ്ടിയിട്ട് ഈ പേപ്പേഴ്സിൻ്റെ അളവിൽ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഇങ്ങനെ സ്ലാൻഡിങ് ലൈൻസും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പേപ്പേഴ്സ് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു മെമ്മോ പാഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരു മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ മോശമല്ലേ. നമുക്കിന്നൊരു മിനി നോട്ട്ബുക്ക് കീ ചെയിൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ നെയിം സ്ലിപ്പൊക്കെ ആക്കാൻ എടുക്കുന്ന പോലെ തന്നെ 8 പീസാക്കി മടക്കുക. എന്നിട്ട് വീണ്ടും മടക്കിയിട്ട് കുറച്ചും കൂടെ ചെറിയ പീസാക്കുക. ഇനി എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് പിടിച്ചിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അളവിൽ കാർഡ്ബോർഡിൽ നിന്ന് ഒരു കവറും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇഷ്ടമുള്ള കളർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഉള്ളിൽ ചെറിയൊരു റിബണിൻ്റെ പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കവറിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നേരത്തെ സ്റ്റിക്ക് ചെയ്ത് വെച്ച പേപ്പേഴ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചെടുക്കുക. ഇനി ഒന്ന് ഭംഗിയാക്കാൻ ഇതിൻ്റെ പുറത്ത് കുറച്ച് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും ഈ കവറിലേക്ക് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല സെക്യൂർ ആയിട്ടുള്ള ഒരു മിനി നോട്ട്ബുക്ക് റെഡിയായി. ഇനി ഇത് കീ ചെയിനിൽ അറ്റാച്ച് ചെയ്ത ഒരു മിനി നോട്ട്ബുക്ക് കീ ചെയിനും കൂടെ റെഡിയായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്രാഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏത് ക്രാഫ്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഹൈപ്പും കൂടെ ചെയ്തേക്കുക. ഫ്രണ്ട്സിനൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ പാർട്ട് 2 വേണമെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.